ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചായി നമ്മൾ കണ്ടിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറയുകയാണെങ്കിൽ കണ്ടന്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു മൈൻഡിൽ, പക്ഷേ ഏത് ഇടണം എന്നൊരു കൺഫ്യൂഷൻ, അതേപോലെ തന്നെ വേറെ കുറച്ച് റീസൺസ് ഒക്കെ കാരണമാണ് വീഡിയോ ഇടാൻ ഇത്തിരി ലേറ്റ് ആയത്. അപ്പോൾ ഞാൻ ചാനലിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏത് കണ്ടന്റാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന്. അപ്പോൾ അതിൽ കൂടുതൽ വോട്ട് കിട്ടിയ ഒരു കണ്ടന്റാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. +1 ഓവറോൾ പബ്ലിക് എക്സാം റിവ്യൂ. അപ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്, അത് ഓൾറെഡി കഴിഞ്ഞതല്ലേ. അപ്പോൾ അതിലെൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ +1 നമ്മുടെ എക്സാംസ് കഴിയുന്നില്ല, നമ്മൾക്ക് ഇനിയും +2 പബ്ലിക് എക്സാം അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ പഠനകാലത്ത് തന്നെ കുറേ എക്സാംസ് നമുക്ക് ഇനി എഴുതേണ്ടി വരുമല്ലോ. പിന്നെ അതേപോലെ +1 ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. പിന്നെ 10th +1 വരുന്ന കുട്ടികൾക്ക് ഒരു ഓവർവ്യൂ എന്നൊക്കെ ആവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ 10th കുട്ടികൾക്ക് വേണ്ടി ആ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തൊക്കെ +1 ബയോസയൻസിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതേപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് എക്സാംസിനെ പറ്റിയിട്ട് തന്നെയായിരിക്കും സംസാരിക്കുക. +1 പബ്ലിക് എക്സാം എന്ന് പറയുമ്പോൾ എനിക്ക് 10th ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്. കാരണം കെമിസ്ട്രി എന്തോ ടഫായിരുന്നു തോന്നുന്നു കഴിഞ്ഞ ബാച്ചിന്. അപ്പോൾ അതിലും ഇതേപോലെ റീൽസ് +1 കെമിസ്ട്രി എക്സാം മൂഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ അത് ഞാൻ അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി കുറച്ചൊരു സീനാണെന്ന്. പിന്നീട് 11th അലോട്ട്മെൻറ്റൊക്കെ എടുത്തു. അപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ ഓക്കെയാണ്, എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ അങ്ങനെ ഓൺ എക്സാം വന്നു. ഓൺ എക്സാമിന് ചില സ്കൂളുകളിലൊന്നും ഓൺ എക്സാം നടത്തിയിട്ടുണ്ടാവില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു പേപ്പർ +1 +2 ഒന്നും ഓൺ എക്സാമിനില്ല. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഓൺ എക്സാം കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. മാത്സൊക്കെ ഒരു ആദ്യത്തെ 5 ചാപ്റ്റർ, ഏകദേശം ഒരു 5 ചാപ്റ്ററൊക്കെ വെച്ചിട്ടാണ് നടത്തിയത്. പക്ഷെ ലാംഗ്വേജ് ഒക്കെ വളരെ ചാപ്റ്റർ കുറവായിരുന്നു. പിന്നെ അങ്ങനെയായിരുന്നു ഓൺ എക്സാം നടത്തിയത്. അങ്ങനെ ഓൺ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം കൂടുതലും PYQ ഇൻക്ലൂഡ് ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ഓൺ എക്സാമിൻ്റെ പേപ്പർ. നമ്മളെ ഓരോ സ്കൂളുകളിലും വേറെ വേറെ പേപ്പറാണല്ലോ. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നീട് ക്രിസ്മസ് എക്സാം വന്നു. ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേനും ചാപ്റ്റേഴ്സും കണ്ടന്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഹൈക്ക് വന്നു. മീൻസ് ഓൺ എക്സാം ഇവിടെയാണെങ്കിൽ ക്രിസ്മസ് എക്സാം ഇവിടെയാണ്, അത്രയ്ക്കൊരു ഹൈക്ക് വന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ കൂടി പഠിക്കാൻ പറ്റുമോ, മീൻസ് മനസ്സിലാവാത്ത കേടൊന്നുമില്ല, അങ്ങനെ ഒക്കെ കൂടി പഠിച്ച് തീരാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ക്രിസ്മസ് എക്സാമൊക്കെ ഓരോ എക്സാമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അത് മീൻസ് അങ്ങനെ ഓവർ ടഫായില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു ചലഞ്ചിങ്, അങ്ങനെ സിമ്പിൾ ഓൺ എക്സാം നമ്മൾ ചെയ്ത പോലെ തന്നെ സിമ്പിളായിട്ടൊരു ഈസി ഗോയിങ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത്യാവശ്യം നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മാത്സ് എക്സാം വന്നു. മാത്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് 10th വരെയൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. അതേപോലെ എനിക്ക് അത്യാവശ്യം എല്ലാ ക്ലാസ്സുകളിലും A+ അങ്ങനത്തെ ഗ്രേഡൊക്കെ കിട്ടാറുണ്ട്. പിന്നെ 10th നല്ല രീതിയിൽ മാത്സ് ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് +1 എത്തിയപ്പം പിന്നെ ഓൺ എക്സാമിന് എനിക്ക് 59 മാർക്ക് ഉണ്ടായിരുന്നു 60. ഞാൻ അവിടെ പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 59 ഉണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു മാത്സിൻ്റെ ഒരു സ്ഥിതി. അങ്ങനെ ക്രിസ്മസ് എക്സാം വന്നില്ലേ, ഞാൻ ലൈവൊക്കെ കണ്ട് അത്യാവശ്യം കോൺസെപ്റ്റ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് ഓൺ എക്സാമിൻ്റെ ആ ഒരു രീതിയിലാണ് പോയത്. മീൻസ് എല്ലാം ഒന്നും കവറായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെയാണ് പോയത്. എക്സാം പേപ്പർ കിട്ടിയപ്പോൾ ഒരു ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥിതിയിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മാത്സ് എക്സാമിൻ്റെ കേസിൽ. പിന്നീട് വീട്ടിൽ വന്ന അത്യാവശ്യം നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരു എക്സാം അപ്രതീക്ഷിതമായിട്ട് ടഫാണ്. മീൻസ് അതിന് മെയിനായിട്ട് റീസൺ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ 10th നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ലെവലിലാണ് വരിക. മീൻസ് ഇങ്ങനത്തെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം നമ്മളൊക്കെ ഒരു ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടാവും മാത്സിൽ, അല്ലെങ്കിൽ നല്ല നല്ല A+ അതിന് മേഖലയിലുള്ള മാർക്ക് കിട്ടിയവരായിരിക്കും നമ്മൾ. അപ്പോൾ +1 വരുമ്പോൾ ആ ഒരു ഇത് നിലനിർത്തണം എന്നുള്ളൊരു ഇതിൽ നമുക്ക് പെട്ടെന്ന് എക്സാം ടഫാകുമ്പോൾ നമുക്ക് ആകെ കൂടി ടെൻഷൻ ആവുകയാണ്, അതേപോലെ സങ്കടം വരിക. അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് മാത്സ് എക്സാം അത്രയ്ക്ക് അന്ന് ടഫായിട്ട് തോന്നിയത്. ഓക്കെ, എനിക്കും നല്ല ടഫ് തന്നെയായിരുന്നു മാത്സ് എക്സാമിൽ. എനിക്ക് എൻ്റെ ക്രിസ്മസിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഉണ്ട് 41 മാർക്കാണ് എൻ്റെ മാത്സ്. പക്ഷേ ഇതെന്ന് പറയുന്നത് എനിക്ക് 41 മൊത്തം അങ്ങനെ അന്നെന്ന് പറയുന്നത്
മാത്സ് എക്സാം ടഫ് ആയതുകൊണ്ട് തന്നെ ലിബറൽ ആയിട്ടാണ് വാല്യുവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻസ് ഇപ്പോൾ നമ്മൾ എന്താണ് കറക്റ്റ് ആൻസർ എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പ് എഴുതിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 41. ഈ 41 കൂട്ടേണ്ട. ശരിക്കും ഞാൻ അന്ന് എണ്ണി നോക്കിയപ്പോൾ ആ ഒരു 30 റേഞ്ചിലേക്കായിരുന്നു എനിക്ക് മാർക്ക് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അപ്പോൾ മനസ്സിലായി മാത്സ് അത്യാവശ്യം സീനാണ്. അങ്ങനെ പിന്നീട് ഇനി മോഡൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തപ്പോഴും മാത്സ് ആയിരുന്നു ഞാൻ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത്. മീൻസ് പിന്നെ അതേപോലെ കെമിസ്ട്രിയും ഫിസിക്സ് കുറേ ഡെറിവേഷൻസ് പഠിക്കാണ്ടായിരുന്നു. അതൊക്കെ ഒരു ടെൻഷൻ തന്നെയാണ്. എന്താണ് ഇതൊക്കെ കൂടി പഠിച്ച് തീരുമോ? ബയോളജി പിന്നെ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനായിട്ട് വന്നിട്ടില്ല. കാരണം ഞാനത് എല്ലാ ദിവസവും അത്യാവശ്യം ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോണ വിഷയം ബയോളജി ആയിരുന്നു. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ബയോളജിയിൽ എനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയൊന്നും അത്രത്തോളം ഇല്ലെങ്കിലും ബയോളജിയുടെ കാര്യത്തിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ബയോളജി എനിക്ക് മെയിനായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാത്തതിൻ്റെ റീസൺ എനിക്ക് ബയോളജിയിൽ കമ്പ്യൂട്ടർ ഫീൽഡിനെയും കാട്ടി ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ബയോളജി അത്യാവശ്യം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് കൊടുത്ത് ഇട്ട് പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ബയോളജി എനിക്ക് അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലാംഗ്വേജും ക്രിസ്മസ് എക്സാം ഒക്കെ എഴുതിയപ്പോൾ പിന്നെ നല്ല രീതിയിലാണ് എനിക്ക് എഴുതാൻ പറ്റിയത്. 10 ഒരു ടൈമിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അതൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ലാംഗ്വേജ് ഒക്കെ നമ്മൾ എഴുതിയ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് കിട്ടും +1. പിന്നെ മോഡൽ എക്സാം എത്തി. മോഡൽ എക്സാമിലും മാത്സിൻ്റെ കേസ് ഞാൻ ഇത് വീഡിയോയിൽ മാത്സിനെ പറ്റി കുറച്ച് കൂടുതൽ പറയുന്നുണ്ടാവും. കാരണം അതാണല്ലോ കൂടുതൽ +1 കുട്ടികൾക്കും ഇത്തിരി ടഫായി എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മോഡൽ എക്സാം എത്തിയപ്പോഴും മാത്സാണ് ഞാൻ കൂടുതലും NCERT എന്നൊക്കെ നമ്മൾ NCERT ഒക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, പക്ഷെ ഞാനതൊന്നും തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ NCERT അങ്ങനെ ബുക്ക് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും NCERT എക്സസൈസ് ചില ചാപ്റ്റേഴ്സിൻ്റെങ്കിലും യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് മാത്സിന് മോഡൽ എക്സാമിന് പോയത്. പക്ഷേ മോഡൽ എക്സാമിന് പോകുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സർപ്രൈസ് എലമെൻ്റ് ഇല്ല. കാരണം നമ്മൾ ഓൾറെഡി ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ കണ്ടല്ലോ, അത് കണ്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ല, എങ്ങനെ പോയാലും നമുക്ക് അങ്ങനെ ഒരു നെട്ടലൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പോയത്. അങ്ങനെ മോഡൽ എക്സാമിൻ്റെ പേപ്പർ കിട്ടി, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. അപ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള ലെവലാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു പാനിക് ആവാണ്ട് ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കുറേ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് പോയത്. പക്ഷെ പഠിച്ച ചാപ്റ്റേഴ്സിനൊക്കെ അത്യാവശ്യം എഴുതാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു മോഡൽ എക്സാം. അപ്പോൾ മോഡൽ എക്സാമിൻ്റെ എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് അവിടെ കാണാം, 50 മാർക്കാണ് 60. ഓക്കെ, അപ്പോൾ നമുക്ക് +1 എത്തിയിട്ട് എനിക്ക് ഒരു ഒഫീഷ്യൽ പേപ്പറിൽ A+ കിട്ടാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. അങ്ങനെ പബ്ലിക് എക്സാം എത്തി. പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു വീക്കിലും ആ ഒരു പീരീഡിലും എനിക്ക് ടെൻഷൻ എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. പക്ഷേ ഞാൻ ഫിസിക്സിൻ്റെ കുറേ ലീവ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇംഗ്ലീഷിന് മുമ്പ് കുറച്ച് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മാത്സ് പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷെ അത് നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പ്ലാനിങ് വേഴ്സസ് റിയാലിറ്റി അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. കാരണം മാത്സ് പഠിക്കുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ മാത്സ് പഠിച്ചത് ആ ഒരു മാത്സിന് കിട്ടിയ ഒരു 3 ദിവസം തന്നെയില്ലേ, ആ ഒരു 3 ദിവസം തന്നെയാണ് ഞാൻ മാത്സിന് വേണ്ടി കൊടുത്തത്. വേറെ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫിസിക്സിൻ്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെ കുറച്ച് ഉഴപ്പിയെന്നാണ് പറയാം. കാരണം ഫിസിക്സിന് അങ്ങനെ ഫുള്ള് കൊടുക്കാൻ പറ്റിയില്ല. ഒരു 2 ദിവസമൊക്കെയാണ് മെയിനായിട്ട് ഫിസിക്സിന് കൊടുത്തത്. പിന്നെ മോഡൽ എക്സാമിനൊക്കെ പഠിച്ചൊരു ഇതിലേക്ക് വെച്ചിട്ടാണ് മെയിനായിട്ട് എഴുതിയത്. പിന്നെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയും എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാം നമ്മുടെ അത്യാവശ്യം നല്ല ടഫായിരുന്നു. അതുകൊണ്ട് തന്നെ കെമിസ്ട്രി മോഡൽ എക്സാമിന് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡൽ എക്സാം ഒരു ഓക്കെ പേപ്പർ ആയിരുന്നു. പക്ഷേ പബ്ലിക് എക്സാമിൽ എത്തിയപ്പോൾ എനിക്കത് പലർക്കും സിമ്പിളായ ഒരു പേപ്പറാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിഫിക്കൽറ്റി റേഞ്ച് പബ്ലിക് എക്സാമിൻ്റെ റേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് കൊടുക്കുക ലാംഗ്വേജ് എക്സാം, മലയാളം, സാൻസ്ക്രിറ്റ്, ഹിന്ദി. അത് ഞാൻ പൊതുവെ എല്ലാ ലാംഗ്വേജ് ആൾക്കാരോടും ചോദിച്ചപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെയാണ്. അങ്ങനെ ഒരു സ്പെസിഫിക് ലാംഗ്വേജിനെ ടഫാക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു ലാംഗ്വേജ് എക്സാമിന് ഒരു സിമ്പിൾ കൊടുക്കാം. അതേപോലെ പിന്നെ ഇംഗ്ലീഷിനെ മോഡറേറ്റ് ആണ് കൊടുക്കുക. കാരണം ഇംഗ്ലീഷ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു പേപ്പറായിരുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ റീൽസ് അല്ലെങ്കിൽ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കപ്പെട്ട ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് എക്സാം എന്ന്. അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ ഫുള്ള് ഇംഗ്ലീഷ് എക്സാമിൻ്റെ റീൽസ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ചേർത്ത് ഒരു കാര്യം പറയുകയാണെങ്കിൽ ചില കുട്ടികളെങ്കിലും ഈ കണ്ടന്റിന് വേണ്ടി അല്ലെങ്കിൽ റീൽസിനൊക്കെ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ ബാനു മുസ്താഖിൻ്റെ ഒരു പ്രൊഫൈൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബാനു മുസ്താഖിനെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. നമുക്ക് നമ്മുടെ എക്സാം പേപ്പറിൽ വന്നു, നമുക്ക് നമ്മുടെ ഒരു മാർക്കായിരിക്കും പിന്നെ ആ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. പക്ഷെ ബാനു മുസ്താഖ് എന്ന് പറയുമ്പോൾ
അത്യാവശ്യം ഗ്രേറ്റ് ഒരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അവരിനൊക്കെ എന്താണ് ഓരോ ഇനപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ കൊണ്ട് അഭിസംബോധന ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒന്നും ഒരു ശരിയായ പ്രവണതയല്ല. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഇങ്ങനെ വാരി എതറി ഇങ്ങനെ മാസൊക്കെ എന്താണ് പിന്നെ പൊട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് കണ്ടപ്പോൾ ഒരു തോന്നി. കാരണം ഇപ്പോൾ പലരും ചോദിക്കും, കാരണം നമ്മൾ എക്സാം പിന്നെ ഫീസ് കൊടുത്തിട്ട് തന്നെയല്ലേ എക്സാം എഴുതുന്നത്, അപ്പോൾ നമുക്ക് അതിൽ അധികാരമില്ലേ? അത് ഉറപ്പാണ്, നിങ്ങൾക്ക് അതിൽ അധികാരമുണ്ട്. സയൻസ് എടുക്കാനൊക്കെ പിന്നെ സയൻസ് ആഗ്രഹിച്ച് അത് അലോട്ട്മെന്റ് കിട്ടാത്ത ധാരാളം കുട്ടികളും ഉണ്ട് നമ്മുടെ ചുറ്റുപാടത്തും. നമുക്ക് ആ ഒരു അലോട്ട്മെന്റ് സമയത്തൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം എന്തൊരു കഷ്ടമാണ് ചില ഏരിയാസിലൊക്കെ ഈ ഒരു +1 സീറ്റ് കിട്ടാനൊക്കെ. അപ്പോൾ ആ ഒരു ഇതിലെത്തിയിട്ട് അങ്ങനെ ക്വസ്റ്റ്യനെ ഡിസ്റെസ്പെക്ട് ചെയ്യുമ്പോൾ ഒരു സങ്കടം തോന്നി. അത് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഇംഗ്ലീഷ് മോഡറേറ്റ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈസി തന്നെ കൊടുക്കുക, കാരണം അത്യാവശ്യം ഒരു ഈസി പേപ്പർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഫിസിക്സ് എന്ന് പറയുന്നത് മീൻസ് മോഡറേറ്റ് ടു ടഫ്, ആ ഒരു കാറ്റഗറിയിലായിട്ടായിരിക്കും ഞാൻ പറയുക. ഫിസിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കറക്റ്റായിട്ടൊന്ന് പിന്നെ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പേപ്പർ തന്നെയായിരുന്നു ഫിസിക്സ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും പിന്നെ കാര്യം തന്നെയാണ് ഫിസിക്സ് അത്യാവശ്യം മീൻസ് ഒരു ടഫായിട്ടുള്ള പേപ്പർ തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ മോഡറേറ്റ് ടഫാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ വേറെ ഏത് സബ്ജക്റ്റ് ഉള്ളത്? ബയോളജി എന്ന് പറയുമ്പോൾ മീൻസ് കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ടഫായിട്ടുള്ള പേപ്പർ തന്നെയാണ്, ഞാനത് അഗ്രി ചെയ്യണം. പക്ഷെ അത് NCERT തന്നെയാണ് കൂടുതലും വന്നിട്ടുള്ളത്. പക്ഷെ ബോട്ടണിയൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ചില ഏരിയാസിന് വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബയോളജിയും ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ മോഡറേറ്റ് കുറച്ചൊന്ന് മേലെ അങ്ങനെ ആ ഒരു ഇതിലാണ് റേഞ്ച് ചെയ്യണത്. പിന്നെ നമ്മുടെ മെയിൻ മാത്സ് എന്ന് പറയുന്നത് ഏകദേശം ടഫ് എന്ന് തന്നെ പറയാം. പക്ഷേ മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റിവ്യൂവിലും എവിടെയും മാത്സിന് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറ്റം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. ഞാൻ മാത്സിന് ക്വസ്റ്റ്യൻ പേപ്പറിന് കുറ്റം പറഞ്ഞിട്ടേ ഇല്ല. കാരണം അതൊരു പിന്നെ എക്സ്പെക്ട് ചെയ്തൊരു തിങ് ആയിരുന്നു, ഇത് എന്തായാലും ടഫാവുമെന്ന്. കാരണം നമ്മൾ 2 എക്സാം ഇതിനു മുമ്പ് എഴുതിയില്ല. അപ്പോൾ നമുക്ക് ഒരു ലോജിക്ക് വെച്ച് മനസ്സിലാക്കിക്കൂടെ എന്തായാലും ടഫാവുമെന്ന്. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണമെന്ന് നമുക്ക് അറിയാം. പിന്നെയും ടഫായതിനു ശേഷം പിന്നെ അവിടെ ഇത് ടഫായി അൺഎക്സ്പെക്റ്റഡ് ആയി ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പിന്നെ യൂട്യൂബിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, ഫുള്ള് മറ്റേ കുട്ടികളുടെ ഭാഗത്ത് മീൻസ് മാത്സ് ടഫായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ടന്റ് ഇറക്കുമ്പോൾ ഭൂരിഭാഗം കുട്ടികൾക്കും ടഫായതുകൊണ്ട് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യും, ആ ഒരു സിമ്പതിയുടെ ഭാഗത്തിലൊക്കെ. പക്ഷേ നമ്മളൊരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും മനസ്സിലാക്കാം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടഫായി വരികയാണ്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉയരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ A+ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ മാർക്കിന്റെ കാര്യമൊന്നും വലിയ കാര്യത്തിൽ അറിയില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുക. അങ്ങനെയാണ് മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഇതിനു മുമ്പ് തന്നെ നമുക്കൊരു ഇൻഫോർമേഷൻ തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാണിംഗ് തന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ലാസ്റ്റ് 3 days കുറച്ചും കൂടി ഒന്ന് NCERT കൂടി കടന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു +1 പബ്ലിക് എക്സാം എന്ന് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ നിലവാരം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ +1 ഫിസിക്സിൻ്റെ എക്സാം പേപ്പറൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്രാവശ്യത്തെ എക്സാമിന് പോയത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ ഫിസിക്സ് എക്സാം ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് എനിക്ക് സിമ്പിളായ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ കെമിസ്ട്രി മാത്രമാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ട്രെൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് 10 എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഫുൾ മാർക്ക് അങ്ങനെ എയിം ചെയ്തിട്ടൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ +1 എന്ന് പറയുമ്പോൾ ഫുൾ മാർക്ക് എയിം ചെയ്യണവരുണ്ടാവും, അതേപോലെ ഫുൾ A+ ഒക്കെ എയിം ചെയ്യണവർക്ക് ആ ഒരു ലെവലിൽ പഠിച്ചാലാണ് അവിടേക്ക് എത്തുക. ഇപ്പോൾ നമുക്കൊരു എക്സാം ടഫായി വിചാരിക്കും, നമ്മുടെ കൂടെ ഉള്ളവർക്ക് ടഫായിരിക്കും. അപ്പോൾ നമ്മൾ മാർക്ക് ഇപ്പോൾ കുറവുള്ളതിന് നമ്മൾ ഡിസപ്പോയിൻ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്തിട്ടുണ്ടോ, അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു വെക്കേഷൻ ടൈം എന്തായാലും യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം +2 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് ലാബ്, റെക്കോർഡ് അങ്ങനത്തെ കുറേ കലാപരിപാടികൾ വരുന്നുണ്ട്. പിന്നെ
പിന്നെയും നമുക്ക് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ എൻഗേജ്ഡ് ആയി പോകും. പിന്നെ പ്ലസ് ടുവിൻ്റെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ടെന്നാണ് കേട്ടത്. മാത്സ് ഒക്കെ ഇപ്രാവശ്യം നല്ല ടഫായിട്ടായിരുന്നു അവർക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് ടുവിൻ്റെ നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഒഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്തൊക്കെ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാം ഒക്കെ കുറച്ചും കൂടി നോക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പ്ലസ് ടു നമുക്കിപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് പ്ലസ് ടുവിൻ്റെ എക്സാം പിന്നെ ടോപ്പിക്സ് ഒക്കെ കുറച്ച് നോക്കണമെങ്കിൽ ഒരു കുറ്റവും പറയില്ല. കാരണം നമുക്കിപ്പോൾ 2 മാസമുണ്ട്. വെക്കേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം എൻജോയ്മെൻറ്റിനാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. വെക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു പ്ലസ് 1 അല്ലെങ്കിൽ പ്ലസ് 2ക്കുള്ള ആ ഒരു ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, നമുക്ക് അതിനോട് ഒരു അഡാപ്റ്റ് ആവാനുള്ള ഒരു പീരീഡാണ് വെക്കേഷൻ എന്ന് പറയുന്നത്. അതിൽ എൻജോയ്മെൻറ്റ്, ഓഫ് കോഴ്സ് എൻജോയ്മെൻറ്റ് ആവശ്യമാണ്. അതിൻ്റെ കൂടെ പക്ഷെ നമുക്ക് നമ്മുടെ ഒരു സ്കില്ല് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ഹോബി സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ കുറച്ച് എന്താണ് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വെക്കേഷൻ ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ 2 മാസം വെക്കേഷൻ എന്ത് ചെയ്തു എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരുമല്ലോ. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ മിണ്ടാണ്ട് നിൽക്കേണ്ടി വരില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഒഴിവ് സമയത്ത് എന്താണ് പ്ലസ് വണ്ണിൻ്റെ ഈ ഒരു പിന്നെ എക്സാമൊക്കെ അനലൈസ് ചെയ്ത് ഇപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണവർക്ക് അത് ചെയ്യുക. പിന്നെ നമുക്ക് പ്ലസ് 2 എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എന്താണ് അടുത്തൊരു ഫേസാണ്. അതായത് നമ്മൾ പ്ലസ് 2 വരെ നമുക്കൊരു ഓർഡറിലാണ് പോകുന്നത്, പക്ഷേ പ്ലസ് 2 കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു വഴിയിലൊക്കെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം. കുറേ പിന്നെ കോഴ്സസ്, ചാൻസസ്, അനന്തമായ സാഹചര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഏത് കോഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് പോകണം എന്നൊക്കെ ഈ ഒരു പീരീഡിൽ നമുക്ക് റിസർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിനൊന്നും ഇങ്ങനെ വേറെ ഒഴിഞ്ഞ ടൈമൊന്നും നമുക്ക് വേറെ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ നമുക്ക് നമ്മുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമുക്ക് എന്താണ് താല്പര്യം അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും എന്താണ് വെക്കേഷൻ അടിപൊളിയൊക്കെ അടിച്ചു പൊളിക്കുക. പിന്നെ എന്താണ് കുറച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു ലെവല് എവിടെ മനസ്സിലാക്കുക, നമ്മുടെ ലെവല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുക, അതാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇനി എന്ത് തരം കണ്ടന്റാണ് നിങ്ങൾക്ക് ആവശ്യം അത് എന്താണ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്ത് തരം കണ്ടന്റാണെന്നൊക്കെ പറയാൻ മറക്കണ്ട. അതേപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഉപകാരപ്പെടുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ബൈ.